എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചേമ്പല അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ചീരച്ചേമ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത്. ഇതാണ് ചീരച്ചേമ്പ്. ഇത് വിത്തില്ലാ ചേമ്പെന്ന് പറയും. ഇതിന് വിത്തുണ്ടാകുകയില്ല. ഇങ്ങനെ തൈയാണ് ഇളക്കി നടുന്നത്. ഇതിൻ്റെ ഇലയും തണ്ടും ചീര ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ തണ്ടിനും ഇലയ്ക്കും ഒന്നും അരിഞ്ഞാൽ കൈക്കൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഇല എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഇലയും എടുത്തിട്ടുണ്ട്. വലിയ ഇല ഒന്ന് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് പുതിന ഇല, പച്ചമുളക്, കറിവേപ്പില എന്നിവ, 1 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഒരു ചേമ്പല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ചെറിയ ഉള്ളിയും പുതിനയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കേ വേണ്ടൂ. 1 കഷ്ണം ഇഞ്ചി, ജീരകം എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് കറക്കിയെടുക്കുക. ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് റവയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്. ഇനി ആട്ടമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ റവയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ചേമ്പലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ച കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. തീരെ ലൂസായി പോണ്ട. ഒരു മയത്തിൽ ലൂസായി കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കാം. ഇത് സാധാരണ ചേമ്പലയിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കുറച്ച് പുളിയോ തൈരോ കൂടി ചേർക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇലയ്ക്ക് അപ്പത്തിനും ചൊറിച്ചിലുണ്ടാവും. ഇങ്ങനെ ഓരോ ഇലയിലും 1 സ്പൂണ് മാവ് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കുറേശ്ശെ വെച്ച് എടുത്ത് അപ്പം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി എടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് തിളച്ച ആവി വരണ സമയത്ത് ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. ആവി നല്ലപോലെ ഇത് വെച്ച് നല്ലപോലെ ആവി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. 15 മിനിറ്റോളം സ്റ്റവ് സിമ്മിലാക്കി വയ്ക്കാം. ഇപ്പോഴത്തേക്ക് ഈ ഇലയും എല്ലാം നല്ലപോലെ വെന്ത് അതിൽ ചേർന്നിട്ടുണ്ടാകും. ഈ ഇല ഇങ്ങനെ എടുത്ത് അപ്പം കടിച്ച് തിന്നുന്നതാണ് ടേസ്റ്റും. ഇപ്പോൾ എല്ലാം വച്ചിട്ടുണ്ട്. ഇഡ്ഡലി കുട്ടു അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. വെന്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫാക്കാം. തണുത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ്.
ഇല ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് കഴിക്കാം. ഇല ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ മാറ്റി കഴിക്കാം. ഇല്ലെങ്കിൽ ഇലയോടൊപ്പം കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇലയും അത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.